നല്ല പശുവിൻ പാല് വേണോ നിങ്ങൾക്ക്? പശുവിൻ പാല് മാത്രമല്ല, നല്ല പ്യുവർ നെയ്യ്, അതേപോലെ തന്നെ തൈര്, മോര്, പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് കേട്ടോ. ഞാനുള്ളത് OK ഫാമിലാണ്. ഇതിൽ കുറച്ച് സംഭവങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഇത് ഉപകാരപ്പെട്ടേക്കാം. ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ പറയുക, ഇവർ ഈ പാല് കൈകൊണ്ടല്ല കറക്കുന്നത്, പിന്നെ മെഷീനിൽ ഇത് കറന്നെടുത്തിട്ട് അടുത്ത പ്രോസസ്സ് ഇത് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിക്കുന്നു. പാസ്ചറൈസ്ഡ് പാലാട്ടം. ഒരാളും കൂടെ പരിചയപ്പെടുത്തുക. എഡ്രിക്കോട് പാലച്ചിറമാട് ബ്രിഡ്ജിന് നേരെ താഴെയാണ് OK ഫാം ഫ്രഷ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ പലപ്പോഴും ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പാല് ഒരു പക്ക നാച്ചുറൽ പാല്. നെയ്യാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊന്ന്. നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പാലുകളും പാലുൽപ്പന്നങ്ങളും ഉണ്ടല്ലോ, പക്ഷേ നല്ല പാൽ, ഒരുപാട് ബ്രാൻഡഡ് പാലുകളുണ്ട്. പലപ്പോഴും അതിൽ തന്നെ നമുക്കറിയാത്ത ഒരുപാട് കമ്പനികളുണ്ട്. അത് എവിടുന്ന് വരുന്നു, അതിലെന്താ മിക്സിങ്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ, OK ഫാം ഫ്രഷിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്നും കറന്നെടുത്തത് നിങ്ങളുടെ കൈകളിലേക്ക്. അപ്പോൾ ഇദ്ദേഹമാണ് അദ്ദേഹം. OK, ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി പല പ്രാവശ്യം ഉഷാറാ. എന്നിട്ട് നമ്മളെ നാട്ടിൽ ഇനി ശുദ്ധമായ പാല് കൊടുക്കട്ടെ, നല്ല പാല് കൊടുക്കുക. കാരണം നമ്മൾ ഇത് 2020 സ്റ്റാർട്ട് ചെയ്താ. പിന്നെ അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ എൻക്വയറി ചെയ്യും, പിന്നെ ഇത് എവിടെയെങ്കിലും കിട്ടുമോ, നിങ്ങൾ കൊണ്ടുവന്ന് തരുമോ. അപ്പോൾ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെന്ത് മൂപ്പര് നല്ലൊരു കർഷകൻ കൂടിയാട്ടാ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര ഏക്കറുണ്ട് സ്ഥലം? 13 ഏക്കറിൽ കൃഷി നടത്തുന്നു, നെൽകൃഷി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അതിന്റെ പുല്ലുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ നിന്നുള്ള ചാണകം അവിടെ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല കർഷകനാട്ടാ. അപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കൊടുക്കുമ്പോൾ ആളുകൾ എന്താ ചോദിക്കാറുള്ളത്, എങ്ങനെ എത്തിച്ചേരാൻ കഴിയുക? കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാനാണ്, പിന്നെ വയസ്സായ ആളുകൾക്ക് കൊടുക്കാനാണ്. അപ്പൊ കൊണ്ടു കൊടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടും. നല്ല പാല്, നല്ല പാലായതുകൊണ്ട് പിന്നെ കുറെ വിട്ടുന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കുറച്ച് പാലിട്ട് പോകാൻ പ്രയാസമായിരുന്നു. അപ്പൊ പിന്നെ മിൽമ പാല് അതുപോലത്തുള്ള പാലുകളൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണല്ലോ. അപ്പൊ നമ്മൾ സാധാരണ ഒരു പാല് നമ്മൾ പാക്ക് ചെയ്തിങ്ങാണ്ട് ബ്രാൻഡ് ആക്കിയിട്ട് എത്തിച്ചു കൊടുത്താൽ എന്താന്നുള്ള ഒരു അഭിപ്രായം വന്നു. അടിപൊളി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങിയത്. നിങ്ങളെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കി. OK ഫാമില് ആളുകൾ ധൈര്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും, ഏത് സമയം ഇവിടെ എന്താ നടക്കണെന്നുള്ളത് കാണാൻ കഴിയും. അതല്ലേ, വേറെ മിക്സിംഗ് ഒന്നുമില്ല. ഒരു സംഭവമില്ല. നമ്മള് പുറത്തുനിന്ന് പാൽ എടുക്കുന്നില്ല, നമ്മളെ പാൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നന്നത്തെ പാലാണ് നമ്മൾ അന്നന്ന് വിപണിയിൽ ഇറക്കുന്നത്. പിന്നെ മോരും തൈരും. പിന്നെ പാലിന് ചില ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, പാലിന് നമ്മള് നെയ്യ് എടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഡൗട്ട് ഉണ്ട്. അത് മറ്റേ പാസ്ചറൈസിങ് കഴിയുന്നോണ്ടാണ് അത് മനസ്സിലാവാത്തത്. കാരണം ഇവിടെ പാല് അങ്ങനെ കിട്ടാത്തതുകൊണ്ട്. ഞങ്ങളെ പാലിന്റെ പ്രത്യേകത എന്താ, നമ്മള് പാസ്ചറൈസിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ പിന്നെ കൊണ്ടുപോയിട്ട് ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് തന്നെ പിന്നെ ഉപയോഗിക്കാൻ കഴിയും. ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ചൂടാക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറുതായിട്ട് ഒരു വക്ക് ചൂട് മാത്രം, ഇളം ചൂട് മാത്രം സംവിധാനം ചെയ്ത് കഴിഞ്ഞു. കാരണം അതിന് ഒരു 3 ദിവസം എക്സ്പയറി ഡേറ്റും കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആളുകൾക്ക് പിന്നെ ഇപ്പൊ കുറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, അതിനെക്കാട്ടി വില കൂടുതലാണെന്നുള്ള വിഷയങ്ങള്. അതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചുടുവെള്ളവും പച്ചവെള്ളവും ഒരുപോലെയാണ്. അത് ഉപയോഗിക്കുമ്പോഴേ അതിന്റെ രീതി മനസ്സിലാവുള്ളൂ. അപ്പൊ എന്നതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കോൺഫിഡന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, കാണുന്നവർക്ക് ചുടുവെള്ളവും പച്ചവെള്ളവും ഒരുപോലെയാ, അത് ഉപയോഗിക്കുമ്പോഴേ അതിന്റെ രീതി മനസ്സിലാവുള്ളൂ. എന്നതുപോലെ അതും ഉപയോഗിക്കട്ടെ, ഇത് ഉപയോഗിക്കട്ടെ, എന്നിട്ട് അവരെന്നെ പറയട്ടെ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് പറയട്ടെ. മറ്റുള്ളത് മോശം എന്നല്ല പറഞ്ഞില്ല, നമ്മൾ മോശം ഞാൻ തന്നെ പറഞ്ഞു, മോശമാക്കിയിട്ടില്ല. അവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അത് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ട്. ഈ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കൊടുക്കി. ഇത് നമ്മളെ ഹൈവേല്, പിന്നെ പഴയതും പുതിയ ഹൈവേന്റെ സൈഡില് പാലച്ചിറമാട്. അതായത് എഡ്രിക്കോട്ട് നിന്ന് പഴയ റോഡ് ഉണ്ടല്ലോ കോഴിക്കോട്ടേക്കുള്ള, എഡ്രിക്കോട് പാലം കഴിഞ്ഞ് പാലച്ചിറമാടിലെ പാലച്ചിറമാടിന്റെ ആ പാലത്തിന്റെ താഴത്തു നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണാൻ പറ്റും. ഇവിടെയും വരാം. പിന്നെ കടകളിലൊക്കെ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങില്ല, വണ്ടിയിൽ വിതരണമൊക്കെ ഉണ്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അടിപൊളി. പിന്നെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉള്ളത്, അതാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. പാല് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ സാധനം ഉണ്ടാക്കി ഇപ്പൊ നിലവില്? ഒന്ന് പാല്, മോര്, തൈര്, നെയ്യ്, സംഭാരം, ലസ്സി, കട്ടിത്തൈര്, ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ നമ്മള് ചെയ്യുന്നത്, നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപണിയിൽ ഉണ്ടാവും. ഈ പേര് തന്നെയാണ് ആണല്ലേ? ആളുകളൊന്നുമില്ല, ഒക്കെ മാൻമേഡ് ഇതൊന്നുമില്ല, മെഷീനറിയാണ്. മെഷീനറികൾ, ഫുൾ വൃത്തി.
അത് ആർക്കും എപ്പോ ആണെങ്കിലും വന്ന് നോക്കാം. പിന്നെ ഇപ്പൊ ഇത് ചില ആളുകൾ ഇത് നമ്മൾ 2 ദിവസം മുമ്പ് അടിച്ചു വെക്കുന്നതാണോ എന്നുള്ള, പിന്നെ പാൽപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഉണ്ട്. അത് അവർക്ക് ലൈവായിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം അവർ ഉപയോഗിച്ചാൽ മതി. ഉപകാരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിച്ചോളി വിപണിന്ന്. പക്ഷെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ, ഒരു വട്ടം നോക്കാം, ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ഒരു സംരംഭകൻ, പ്രത്യേകിച്ചും ഡയറി ഫാമിൽ നിന്നും പുതിയൊരു സംരംഭകൻ വളരുകയാണ്. ഇനി ഇതിങ്ങനെ വളർന്ന് പന്തലിക്കട്ടെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടട്ടെ. അങ്ങനത്തെ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാട്ടോ. പിന്നെ അതിലുപരി ഒരു കർഷകന്റെ മനസ്സ് ഇദ്ദേഹത്തിനുണ്ട്, നല്ലത് കൊടുക്കാന്നുള്ളത് അല്ലേ, ആ നെയ്യത്താണ് നമ്മൾ ഉദ്ദേശിച്ച സ്കൂളിലെ കുട്ടികൾക്ക്, പിന്നെ അംഗനവാടി കുട്ടികള്, അങ്ങനെയുള്ള അതേമാതിരി മരുന്ന് കുടിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ബെസ്റ്റ് സാധനം. പ്യുവർ മിൽക്ക് 100% നമ്മൾ ഗ്യാരണ്ടി വേറെ ലെവലാട്ടാ. ഗൾഫ് കൊണ്ടുപോയവരൊക്കെ പിന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയ റിപ്പീറ്റ് ചെയ്ത് അവിടെ ഹോട്ടലില് ഒക്കെ ഉപയോഗിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. നെയ് റോസ്റ്റ്, ഗീ റോസ്റ്റിനൊക്കെ ഉപയോഗിച്ചാൽ ഇവിടെ ഇത് നോക്കിയ നിങ്ങള്, ഇതാദ്യം പാല് തിളപ്പിക്കുന്ന ഇതില് പാസ്ചറൈസേഷൻ നടക്കുന്ന ഈ മെഷീന്, നല്ല മെഷീന്. അതിനുശേഷം ഇത് തണുപ്പിക്കുന്നു അല്ലേ, തണുപ്പിക്കുന്നു, ഇവിടുന്ന് പാക്ക് ചെയ്യുന്നു. ഇതാണ് സംവിധാനം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അവിടെ എന്താ ഗീ ഉണ്ടാക്കുന്നു, അത് തന്നെ ഇവിടെയാണ് ഗീ ഉണ്ടാക്കുന്ന മെഷീനാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ നമ്മുടെ കോട്ടക്കലിൽ നിന്നും മറ്റൊരു വലിയൊരു ബ്രാൻഡ് വളരുകയാണ്, വളരട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.